മുത്താളെ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ അൻസാരി സുഹിരി ഉസ്താദിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ആരിഫ് ഹുസൈൻ ഒരു പണിയില്ല വീട്ടുകാരില്ല, കുടുംബക്കാരില്ല, നാട്ടുകാരില്ല, കുടുംബമില്ല, കൂട്ടുമില്ല, ഒരു സംഗതി ഇല്ലാതെ നടക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന് പിന്നെ ഇസ്ലാമിനെ ആരെങ്കിലും എതിർക്കണ്ട, ഇത് ഏത് ചാനൽ എതിർത്ത് സംസാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദന്മാരോ അല്ലെങ്കിൽ ഇസ്ലാമിന് ബന്ധപ്പെട്ട ആൾക്കാർ ദീൻ പറയുന്നുണ്ടെങ്കിൽ, അത് ഇസ്ലാം പറയുന്നുണ്ടെങ്കിൽ അതിനെ കുരുട്ടുബുദ്ധിയോട് ഉപയോഗിച്ചുകൊണ്ട് അതിനെ തരമായിട്ട് അങ്ങോട്ടും മറിച്ച് ഇങ്ങോട്ടും മറിച്ചിട്ട് മനുഷ്യനെ ഒരു എന്താ പറയുക ഒരു ഇതിക്കാക്കി എടുക്കുന്ന ഒരു മനുഷ്യനാണ്, എല്ലാവർക്കും അറിയ കാര്യം. അപ്പം നമ്മളെ അൻസാരി സുഹരി എന്ന ഉസ്താദ് നല്ലോണം ഇട്ട് കൊട്ടിയിട്ടുണ്ട്. കൊട്ടുമ്പോൾ അങ്ങനെ കൊട്ടണം. അഥവാ ഏതെങ്കിലും ചാനൽ എന്നിട്ട് അദ്ദേഹത്തിന് അനുകൂലപ്പെട്ട ഒരു ചാനൽ പോയിക്കാണ്ട് എന്തും സംസാരിക്കുക, ഏത് രീതിയിൽ സംസാരിക്കുക, അതിന് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ മുട്ടുമ്പോൾ തരത്ത് നോക്കി മുട്ടണം. ഇതെന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ചാനൽ ഇപ്പോൾ നമ്മളെ പിന്നെ ഏതെങ്കിലും ഇസ്ലാമിനെതിരായിട്ടുള്ള ഏത് ചാനലുണ്ടാവും, ആ ചാനലിൽ പോയിക്കാണ്ട് ഇതിങ്ങനെ സംസാരിക്കും. ഇസ്ലാമിൻ്റെ അതങ്ങോട്ട്, ഇസ്ലാം ഇതിങ്ങോട്ട്, മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ട് സംസാരിക്കും. ഇത് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും, കുറേ ആൾക്കാരുണ്ടാവും, മൂപ്പര് പറയണ്ടൊക്കെ ശരിയാണല്ലോ എന്നുള്ള രീതിയിലുള്ളൊരു സംസാരം, ഒരു ചിന്താഗതി വരും. പക്ഷെ ഇതിനെപ്പറ്റി അറിവുള്ള ആൾക്കാർ പറയുമ്പോൾ ഒരു മറുപടി, ഒരു ഉച്ചും ഒരു മറുപടി ഒന്നും ഉണ്ടാവില്ല അവർക്ക്. അപ്പോൾ മൂപ്പര് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് കേൾക്കാം. ഗുഡായി നടുവിൽ നിൽപ്പുണ്ടെങ്കിൽ ഒരല്പം സ്ഥലം ഒതുങ്ങി ഒരു ചെറുപ്പക്കാരൻ അയാൾ ശരാത്തിന് എല്ലാം വേണ്ടി വരികയാണ്. ഒന്നും മാറില്ല, കാൽമിച്ചോടില്ല, ഒന്നും എല്ലാവരും ഒരു അല്പം മാറി കൊടുത്തു. ആ ചെറുപ്പക്കാരൻ ഒന്ന് തെരുവയിക്കോട്ടെ, ഒന്ന് മാറി കൊടുത്തേ. എന്തെങ്കിലും അയാൾക്ക് ഡിമാൻഡ് ഉണ്ടെങ്കിൽ തെരുവയില്ല, എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കാണ്. ഇത് തെറ്റാണെന്നും ഇത് ലൈഫായ ഹദീസാണെന്നും നിങ്ങൾ തെളിയിച്ചാൽ ഞാനിവിടെ കരിമ ചെല്ലും. അല്ല, ആക്ച്വലി എന്താ പ്രശ്നം എന്താണ്? എനിക്ക് അറിയാൻ വേണ്ടിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ ചോദിച്ച മോനെ എന്റെ പൊന്നുമോൻ ചോദിച്ചു, ആറ്റക്കല് ചോദിച്ചു, വെടുക്കുന്നവരെ ചോദിച്ചു. ആ ചോദിക്കും കൊടുക്കുമ്പോ അങ്ങനെ കൊടുക്കണം. ഓക്കെ, ഇസ്ലാമിൽ ഭയങ്കരമായ സ്ഥാനം ഇസ്ലാമിന് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറയും. കൊടുക്കുന്നുണ്ടെന്ന് പറയല്ല, കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്. ഇസ്ലാമിൽ നിസ്കാരം മുറിയുന്ന 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു വ്യക്തി നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് അയാളുടെ മുന്നിലൂടെ 3 സാധനങ്ങൾ കടന്നു പോകുമ്പോൾ നിസ്കാരം മുറിയും. അതിൽ ഒന്നാമത്തേത് കഴുതയാണ്, രണ്ടാമത്തേത് പട്ടിയാണ്, മൂന്നാമത്തേത് എന്താണെന്ന് പറഞ്ഞുതരും. ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തെ പെണ്ണ് എന്നല്ലേ പറയാൻ ബുഖാരി 514 ഹദീസല്ലേ? ഓ, സ്ത്രീ വിരുദ്ധത ഏറ്റവും വലിയ തെളിവ്. അതായത് നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നായയോ അതുപോലെ കഴുതയോ പെണ്ണോ നടന്നു പോയി കഴിഞ്ഞാൽ നിസ്കാരം പാത്തിലാവും. അദ്ദേഹത്തിന്റെ ടെസ്റ്റ് ഒക്കെ ഉണ്ട്, ഇംഗ്ലീഷ് ടെസ്റ്റ് നോക്കി വായിച്ചു വെച്ചിരിക്കാൻ. ആരിഫേ, ഏതായിരുന്നാലും ഇവിടെയുള്ള ഇസ്ലാം വിദ്വേഷികളുടെ താത്വിക ആചാര്യനാണ് നിങ്ങൾ. ഇപ്പൊ നിലവിൽ ഇസ്ലാമിക ഏറ്റവും വലിയ പണ്ഡിതനാണ്. ഏറ്റവും കുറഞ്ഞത് തങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും മദ്രസയിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ അടുത്ത് വിളിക്കണം സ്ത്രീകൾക്ക്. എന്നിട്ട് ചോദിക്കണം, മദ്രസയിൽ നിങ്ങൾ ഉസ്താദന്മാരാരെങ്കിലും ഈ നിസ്കാരം പാത്തിലാകുന്ന കാര്യങ്ങളിൽ നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ പെൺകുട്ടിയോ കഴുതയോ നായോ നടന്നു പോയാൽ നിസ്കാരം പാത്തിലാകും എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കുട്ടികൾ മെല്ലെ ചെവി വന്നിട്ട് പറയും, അല്ല ആരിഫണ്ണ, നിങ്ങൾ ഈ പോത്ത് പോലെ വളർന്നിട്ടും ഈ പ്രാഥമികമായ വിവരം പോലെ നിങ്ങൾക്ക് ഇല്ലാതായി പോയല്ലോ എന്ന് അവർ ചോദിക്കും. കാരണം എന്ത്? അവർക്ക് പോലെ പറയും ഈ ഹദീസിന്റെ അർത്ഥം നിസ്കാരം പാത്തിലായി പോകുമെന്നല്ല, മറിച്ച് നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിപ്പോകും, നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അത് ഇത് മാത്രമല്ല, ഈ പറയപ്പെട്ട 3 മാത്രമല്ല, നിസ്കരിക്കുന്നവന്റെ അരികിലിരുന്ന് ഉറക്കെ ഖുർആൻ ഓതൽ പോലും തെറ്റാണ്. അതിനർത്ഥം ഇസ്ലാം ഖുർആൻ ഓതുന്നവരിൽ എതിരാണ് എന്നല്ല. അതുപോലെ തന്നെ അഥവാ ഇസ്ലാമിന് എതിരെ പറയുന്ന ആൾക്കാരെ ചാനലിൽ പോയിട്ട് ഇങ്ങനെ ഛർദിക്കാണ്. ഛർദിക്കുക. കാരണം ജീവിക്കണമല്ലോ. ജവാബ് ഇസ്ലാമിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ പോക്കൂട്ടി ഉണ്ടാക്കി എന്ത് ചെയ്യുക, ഇസ്ലാമിനെതിരെ ഇങ്ങനെ ഛർദിക്കുക, വീണ്ടും ഛർദിക്കുക. കാരണം കുടുംബമില്ല, കൂട്ടുമില്ല, തറവാടുമില്ല, നാടുമില്ല, വീട്ടുമില്ല നടക്കണം, ജീവിച്ചു പോകണമല്ലോ. അപ്പം ഇസ്ലാമിനെ 2 പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു പോവുകയും ചെയ്യുക. ഏതെങ്കിലും മൈന്താളേക്കുന്ന എന്തെങ്കിലും കിട്ടും, അത് നാക്കിയിട്ട് ഇങ്ങനെ ഛർദിക്കുന്നത് ഒരു വിവരമില്ല, വിദ്യാഭ്യാസം. ഏതെങ്കിലും ബുക്ക് എടുത്ത് വായിച്ചിട്ടാണ് ഇത് വരുന്നത്. പേര് ആരിഫ് ഹുസൈൻ. എങ്ങനെയുണ്ട്? എന്നാൽ ഏതെങ്കിലും മതത്തിൽ അദ്ദേഹം പോവില്ല. ഇതിലിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാണ്ട് ഇതിനെങ്ങനെ കേസ് അതിന് പറ്റിയ ഏതെങ്കിലും ഉണ്ട്, മൈന്താറുണ്ടോ, പിന്നെ ഏതെങ്കിലും
പിന്നെ ഇസ്ലാമിക ശരീരത്തനുസരിച്ച് ജീവിക്കാത്ത 2-3 പെണ്ണുങ്ങളും ഉണ്ടായിരുത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ഓരോ കൂടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയാം. എന്നാലും കുറച്ച് ദിവസം മുമ്പ് ജനം ടി വിയിലുണ്ടായ ചർച്ചയിൽ സംസാരിച്ചൊരു വിഷയമാണത്. അപ്പോൾ എന്താ വെച്ചാൽ ഇസ്ലാമിനെ അറിയുന്ന ആൾക്കാരെ പറ്റി മുട്ടുമ്പോൾ ഇതേമാതിരി മറുപടി കറക്റ്റ് കിട്ടും. ഇല്ലാതെ ആരെ പഠിച്ച് അല്ലെങ്കിൽ പഠിച്ച് ആ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരോടനുസരിച്ച് പോയി മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒരു വിവരം ഉണ്ടാവില്ല. വിവരമുള്ളവരായിട്ട് മുട്ടിയാൽ ഇതേക്കൊരവസ്ഥ. ഇയാൾക്കൊരു പണിയില്ല. അതെന്നെ പണി എന്ത് ഇസ്ലാമിനെ എങ്ങനെ പറയുന്നത്. ഇപ്പം ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് എന്താ കണ്ടിട്ടുണ്ട്. എന്താ 20% പഠിച്ചവർക്ക് ഇനിയും പഠിക്കാമെന്നോ എന്തോ പറഞ്ഞിട്ടൊരു പോസ്റ്റിട്ടാണ് അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പോൾ അയാളെ പണി ഇതാണ്. നാടിനും ഉപകാരമില്ല, നാട്ടുകാർക്കും ഉപകാരമില്ല, രാഷ്ട്രത്തിനും ഉപകാരമില്ല, കേരളത്തിനും ഉപകാരമില്ല, ഒരു ഉപകാരമില്ലാത്തൊരു ജീവി. എന്നിട്ട് എന്താ വേണ്ടത് വെച്ചാൽ ഇതിനിങ്ങനെ ഇസ്ലാമിനെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത്. അതിന് പറ്റിയ ചാനലുണ്ടാവും, അതിനെ പറ്റിയ മൂപ്പര യൂട്യൂബ് ചാനൽ അത് അങ്ങനെ പറയാം. എന്നാണ്ട് ആരെയും കേൾക്കണു കേട്ടോലത് വിശ്വസിക്കണ്ട. കാരണം ഇയാളെപ്പോൾ അംഗീകരിക്കേണ്ടതിനെ കുറച്ച് ആൾക്കാർ അതിനെ പോലെ തന്നെ 2 മൈതാനം ഉണ്ടാവും ഇതിനെപ്പറ്റി അംഗീകരിക്കുന്നതാണ് അവസ്ഥ. അപ്പോൾ മുട്ടുമ്പോൾ നന്നാക്കി മുട്ടുമ്പോൾ ഈ വിവരങ്ങളൊക്കെ കിട്ടും. അറിവില്ലാത്തതുകൊണ്ട് മുട്ടുമ്പോൾ എന്തായാലും ചാനലിങ്ങനെ ഛർദ്ദിക്കാൻ നല്ല സുഖമാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയ വീടുമായിട്ട് കാണാം. ഓക്കെ, ബൈ.